ശബരിമലയ്ക്ക് കയറാൻ പോയപ്പോൾ പൊറോട്ടയും ബീഫും കയ്യിൽ കരുതിയെന്ന് MK പ്രേമേന്ദ്രനെ ആവർത്തിക്കുകയാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അല്ല, കയ്യിൽ കരുതിയെന്നല്ല, പോലീസുകാർ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തന്നു എന്നുള്ള കഥയാണ്. അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അപ്പം കഥകൾ എപ്പോഴും കഥകളാണ്. അപ്പോൾ അവസാനം ഇപ്പോൾ പറയുന്നത് ഞാൻ മാത്രമല്ല മറ്റു പലരും പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരു MP ആയിട്ടിരിക്കുന്ന ആൾ, അതൊരു ഭരണഘടനാപരമായിട്ടുള്ളൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ആൾ അതിൻ്റെ അച്ചടക്കവും മാന്യതയും പുലർത്തേണ്ടതുണ്ട്, ഭരണഘടനാ മൂല്യങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകളെ നമ്മൾ ജനങ്ങളൊക്കെ തന്നെ വേറിട്ടൊരു വ്യക്തിത്വമായി കണ്ടിരുന്നു. പല ആളുകളും കുറച്ചും കൂടെ ജനവിനാണ്, കുറച്ചും കൂടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതും ഒരു വിശ്വാസമാണ്. ഇതിപ്പോൾ കഥയെന്ന് പറയുന്ന പോലെ തന്നെ അതും ഒരു വിശ്വാസമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുൻപ് മുഖ്യമന്ത്രിയൊക്കെ ഇയാൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണത്തെ പല ആളുകളും, ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അത് ശരിയായിരുന്നു, മുഖ്യമന്ത്രിയെ തീർത്തും എതിർക്കുന്ന ആളുകൾ പോലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രഹ്ന ഫാത്തിമ എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷേ രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ഒരുമിച്ച് ശബരിമലയിലേക്ക് പോയിട്ടേ ഇല്ല. ഇവർ ഈ പറയുന്ന പാലായിലെ റെസ്റ്റ് ഹൗസോ ഗസ്റ്റ് ഹൗസോ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി എന്നുള്ളതാണ്. രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന പേര് ഒരു മുസ്ലിം നാമധാരിയാണ് രഹ്ന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീഫ് എന്ന് പറയുന്നത് ഇന്ന് രാജ്യമെമ്പാടും ആൾക്കൂട്ട കൊലകൾക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന ബീഫിനെയും രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം നാമത്തെയും ബിന്ദു അമ്മിണിയുടെ കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട്, ശബരിമലയുടെ കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു വർഗീയ ലഹളയും ഒരു വർഗീയ കലാപവും ഒരു ധ്രുവീകരണവും ഉണ്ടാക്കാനാണ് ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന പ്രേമചന്ദ്രൻ, ബഹുമാനപ്പെട്ട നമ്മുടെ MP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അപലപനീയമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനിത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഹൗസിന് അടക്കം ഞാൻ പരാതി നൽകും. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകും. എല്ലാ തരത്തിലുള്ള നിയമ നടപടി ഞാൻ സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ എനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നത് മാത്രമല്ല, ഒരു വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പം എനിക്കെതിരെയുള്ള പല ആരോപണങ്ങളെയും, ഞാൻ ഇതിലും വലിയ ആരോപണങ്ങളെയും ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അദ്ദേഹം ഒരു വലിയ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വിട്ടുകളയണമെന്ന് തോന്നുന്നില്ല. അതായത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് തന്നെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും ബീഫും പൊറോട്ടയും അങ്ങനെ ആ ശബരിമല കയറുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുമില്ല. അല്ല, ഇവിടുത്തെ വിഷയം കളവായ ആരോപണം. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാള് കളവായ ഒരു ആരോപണം എന്നതിലുപരി ഇവിടെ വർഗീയ ലഹളയ്ക്ക് കാരണമായേക്കാവുന്ന, വർഗീയ ലഹള പുറപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു ആരോപണം രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ചേർത്ത് കൂട്ടിക്കെട്ടി അദ്ദേഹം വ്യാജമായി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നൽകിയ വിവരത്തിൻ്റെ അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് വിവരം അടക്കം പുറത്തുവിടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് അവിടെ രജിസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ ചെന്ന് കയറുന്ന ആളുകൾക്കൊക്കെ അത് തരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അത്തരമൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്, പബ്ലിക് ഫണ്ടിനെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്, ഭരണഘടനയുടെ മൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അവാസ്തവമായ പ്രസ്താവനയാണ്.